ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഗൗതം അദാനിക്ക് എഴുതി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. വലിയ തന്ത്രപ്രധാനമായ മേഖല ആയിട്ട് കൂടി ഒരു ആലോചന പോലുമില്ലാതെ അദാനിക്ക് തീരെഴുതുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഗുജറാത്തിലെ കച്ച് മേഖലയിൽ 2023 അദാനി ഗ്രൂപ്പിന് പുനരുപയോഗ ഊർജ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ഇതിന്റെ വിശദവിവരങ്ങൾ പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി രാജ്യ സുരക്ഷാ നിയമങ്ങളിൽ പോലും ഇളവ് വരുത്തിയതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും MP-മാരായ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരും രംഗത്ത് വന്നു. ഇന്ത്യ പാക് അതിർത്തി പ്രദേശത്ത് അദാനിക്ക് കാറ്റാടി വൈദ്യുതി പ്ലാന്റ് നിർമ്മിക്കാൻ മോദി സർക്കാർ നിയമങ്ങൾ മാറ്റിമറിച്ചുവെന്നതിന്റെ വിശദമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. 2023 ഏപ്രിൽ മാസത്തിൽ ഡൽഹിയിൽ വെച്ച് നടന്ന യോഗത്തിൽ പാക് അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെ വരെ സോളാർ പാനലുകളും വിൻഡ് ടർബൈനുകളും നിർമ്മിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകുകയായിരുന്നു. അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ ചെറിയ ഗ്രാമങ്ങൾക്കോ റോഡുകൾക്കോ അപ്പുറം വലിയ നിർമ്മാണങ്ങൾ അനുവദിച്ചിരുന്നുമില്ല. എന്നാൽ 2023 ഏപ്രിലിന് മുൻപ് ഖൗദ പ്ലാന്റിന്റെ നിയമങ്ങളിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ട് ഗുജറാത്തിലെ BJP സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും BJP നേതൃത്വത്തിലുള്ള സർക്കാരുകൾ അദാനി ഗ്രൂപ്പിനോട് ചായ്വ് കാണിക്കുന്നതായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ദീർഘകാലമായി ആരോപിച്ചിരുന്നു. അതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ പദ്ധതി. രാജ്യത്തിന്റെ വിഭവങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ സുഹൃത്തിനെ ഏൽപ്പിക്കുന്ന നടപടി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ പോലും മാറ്റുന്ന തരത്തിൽ എത്തിയോ എന്ന ചോദ്യമാണ് പ്രിയങ്ക ഉന്നയിച്ചത്. അദാനിയുടെ എനർജി പാർക്കിനായി ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയെന്നാണ് വാർത്തയിൽ പറയുന്നത്. നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഇതുണ്ടാക്കുന്ന തടസ്സങ്ങളെക്കുറിച്ച് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അതിനെ ഗൗരവമായി എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സുഹൃത്തിന് വില കുറഞ്ഞ ഭൂമിയും ബിസിനസ് ആനുകൂല്യങ്ങളും നൽകുന്നത് സൈന്യത്തിനെ തന്നെ തീരെഴുതി നൽകുന്നത് പോലെയാണെന്നാണ് പ്രധാന ആരോപണം. ഒരു വ്യക്തിയുടെ താല്പര്യം രാജ്യസുരക്ഷയേക്കാൾ വലുതാണോ എന്നും രാജ്യസുരക്ഷാ നിയമങ്ങളിൽ മാറ്റം വരുത്തിയെന്ന വാർത്തകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുക എന്നതല്ല, അദാനിയുടെ ഖജനാവ് നിറയ്ക്കുന്നതിനാണ് പ്രധാനമന്ത്രി മുൻഗണന നൽകുന്നത് എന്നാണ് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ തുറന്നടിച്ചത്. അദാനിയുടെ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കാൻ BJP ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാരും കേന്ദ്രവും രഹസ്യയോഗങ്ങൾ നടത്തുകയും സൈനിക ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുവെന്ന വലിയ ഞെട്ടലുകൾ ഉണ്ടാക്കുന്നതെന്നും KC ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സായുധ സേനയുടെ പ്രതിരോധ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ സ്വകാര്യ പദ്ധതിക്ക് അനുമതി നൽകിയത് എന്തിനാണെന്ന വലിയ ചോദ്യമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ കോൺഗ്രസ് ഉയർത്തുന്നത്.